ഹലോ കേസ് മെച്ചപ്പറകൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശിവരാത്രിക്ക് നമ്മൾ അടുത്തുള്ളൊരു കോവിലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോവിലിലെ വീഡിയോ ആണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഇപ്പോൾ സംസാരിച്ച് നിൽക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ പോകുന്ന അപ്പിക്കൊണ്ട ബീച്ച് വിശാഖപട്ടണത്തിലാണ്. അപ്പോൾ കേസ് അവിടെ പോകേണ്ട ഇതെന്ന് പറയുന്നത് ഇത് ശിവരാത്രിക്ക് അവിടെ ഒരു കോവിലുണ്ട്. അപ്പോൾ കോവിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് അപ്പിൽക്കൊണ്ട ബീച്ച് നമ്മൾ ബൈക്ക് നല്ല പാർക്കിംഗ് ഒക്കെ. അപ്പം ഇത് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ 1 കിലോമീറ്ററിന് കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. കടലിൻ്റെ അടുത്തുള്ള ഏതോ സ്ഥലമാണ്, പക്ഷേ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോകുമ്പോൾ അറിയാം. പക്ഷെ കിടിലൻ സ്ഥലമായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ വ്ളോഗ് വന്നിട്ട് തമിഴും മലയാളവും തെലുങ്ക് 3 മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ വ്ളോഗ്. ഓക്കെ, പിന്നെ ഇത് അതാണ് പാൻ ഇന്ത്യ കൊളാബറേഷൻ. പക്ഷെ കൊള്ളാം. ഇവിടെ ഒന്നും കാണണില്ല. ഇത്രയും ദൂരം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കണ്ടില്ല. ഓക്കെ, നമുക്ക് പോകുമ്പോൾ കാണാം. അതാണ് സൗണ്ട് കേൾക്കാം. പക്ഷെ എന്താ ഇവിടെ എന്താണ് പരിപാടി എന്ന് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് ഇങ്ങനെ സാപ്പാടാ. ഓ, ഇങ്ങ പാട്ട് പാടിட்டு இருக்கு. அது சாப்பாடு, இங்க பாட்டு பாடிட்டு இருக்கு. ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പൊ തീരുമെന്ന്. ഇനിയും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബസ് ഇല്ല എന്നാണ് വിചാരിച്ചത്. ബസ്സുണ്ട്. 2 ബസ് പോയി. നല്ല തിരക്കുണ്ട്. ബസ് നിരത്തിയിട്ടിരിക്കുന്നുണ്ട്. ഈ ബസ്സൊക്കെ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബസ്സിലായിരിക്കും തിരിച്ചു പോകണത്. കാരണം ആട്ടോയ്ക്ക് മാത്രം തന്നെ ചുമ്മാ 400 രൂപയായി. അപ്പോൾ എന്തായാലും ഇതിലായിരിക്കും പോകാൻ പോണ. റീച്ചായി. ഇതാണ് നമ്മുടെ സ്ഥലം. എത്തി. കുറച്ച് വാട്ടർ മെലൺ സാപ്പിട്ടുണ്ടെങ്കിൽ നടക്കുമാ ஒன்றுமே தெரியாது. பட் இங்கே ஃபுல்லாக கடை கைஸ். கோவில் எവിടെன்னு தெரியாது. பட் எல்லா இடத்துலையும் கடையாக இருக்குது. அங்கேயா கோவில்? இப்போ போயிடலாம். നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു വിശാഖപട്ടണത്തിലെ പകുതി പേരും ഈ ഒരു ഏരിയയിലേക്ക് വന്നിക്കണെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട്. അതേപോലെ ഇത് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയ ബീച്ച് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇടയ്ക്ക് നല്ല ഫുഡ് കോർട്ട്, പിന്നെ നല്ല നമ്മളെ അവിടുത്തെ നാട്ടിലെ ഉത്സവം എങ്ങനെയാണ് ആ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇന്ന് ശിവരാത്രിയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരും തിരക്കും എല്ലാം ഉണ്ട്. ഇതാണ് വരുൺ ബീച്ച് വിശാഖപട്ടണം. ഓക്കെ, ഇതാണ് ഗസ്. ഈ നിങ്ങൾ കാണുന്നതാണ് ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബീച്ച് വരുൺ ബീച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. വരുൺ ബീച്ച് നല്ല രസമുണ്ട്. ശിവൻ കോവിൽ കാണാൻ വന്നിട്ട് കോവിൽ കണ്ടില്ല, ബാക്കി എല്ലാവരും എല്ലാം കണ്ട്. ഓ, നിങ്ങൾ എന്താ ഇപ്പൊ എന്നെ തന്നെ பீச் ரொம்ப பயமா இருக்கு. அவ்வளவுதான், வேற இல்ல. வேற காஞ்சனா ஒரு பீச் மாதிரியே இருக்கு. அந்த டான்ஸ் ஆடுற சீன் இங்க வச்சு தான் ஷூட் பண்ண மாதிரி. இங்க வந்து கங்கா போச்ச மாதிரி அது அங்க ஒரு. ஆமா, அப்ப அந்த கோவில் அங்கதான். அந்த காடெல்லாம் வந்து போட்டிருக்காங்க. கோவில் தான். அப்ப எனக்கு தெரிஞ்ச வரைக்கும் அதுதான் கோவிலா இருக்குமோ. அங்க ஒரு இது இருந்துச்சுல்ல, கோவில் இருக்கு. ஆமா, இங்கதான் வந்து அந்த காடு இருக்கு. அப்ப டான்ஸ் ஆடுனது இந்த கிரவுண்ட் தான். இந்த கிரவுண்ட்ல காஞ்சனா டான்ஸ். ஸ்டேஜ் கூட இருக்குது. ஆமா, ஒரு இன்ட்ரஸ்டிங் ஃபேக்ட், இங்க தான் தேவார படம் எடுத்தது. ஓ, அப்படியா? அது போட வேண்டியதான். அப்படி போட வேண்டியதா? ஓ, அந்த கம்பு வச்சிருக்கல
அங்கதான் மேல வருது. ஓ பீச் பெட்ரோல் சேஃப்டி. பீச் பெட்ரோல் நல்லா இருக்குல்ல. தண்ணி மேலே ஏறுறாங்க. ஓ கொஞ்சம் அதிகமா வர ஆரம்பிக்கும் போது இவங்க வந்துடும். அதுதான் கோவில் பார்க்கல, இனி கோவில் பார்க்க போறோம். கோவில் பார்த்துட்டு கொஞ்ச நேரம் இங்க வந்து உட்காரலாம். ஓகே, இப்போ நம்ம போய் கோவில் எங்க இருக்குன்னு டைரக்டா பீச்சுக்கு வந்துட்டோம். ഡയറക്റ്റ് ബീച്ചിൽ വന്ന് അതുകൊണ്ട് ഇനി നമ്മൾ നേരെ ഇനി കോവിൽ കാണാൻ പോണ്. ഈ തമിഴും മലയാളം കൂടെ നല്ലപോലെ മിക്സ് ആവുന്നുണ്ട്, ക്ഷമിച്ചേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകാൻ പോണത് ശിവൻ കോവിൽ കാണാൻ പോവുകയാണ്. ഓക്കെ, പിടിച്ചു കോവിൽ, അതൊരു കോവിൽ, ഇതൊരു കോവിൽ. പക്ഷേ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ വിളക്ക് കത്തിച്ച് എന്തോ സംഭവം ചെയ്യണുണ്ട്. അതെന്തെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് വരാം. എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഇവിടെ എന്തോ ലൈറ്റ് വെച്ചിട്ട് എന്തോ ഒരു സെറ്റപ്പ് ചെയ്യണുണ്ട്. എന്റെ പൊന്നോ, ക്യൂ നോക്കി. ഈ കോവിലിൽ ഇത്രയും വലിയ ക്യൂവാ. കോവിലിൽ പോകാൻ ഇത്രയും വലിയ ക്യൂ ഗൈസ്. എന്താണെന്ന് അറിയാം, ഇത്രയും വലിയ തിരക്കുണ്ട്. ഇനി ഇതും കഴിഞ്ഞ് അങ്ങ് പോകണം. അപ്പോഴാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് അന്നദാനമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോയി കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന സമയം നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. ആയിട്ടുള്ള അന്നദാനം എന്നാണ് വിചാരിച്ചത്. അവിടെ പോയപ്പോൾ അവർ ഇറങ്ങി ടോക്കൺ വേണം. അപ്പം ഞാൻ ചോദിച്ചു ടോക്കൺ എവിടെ നിന്ന് വാങ്ങാനെന്ന്. അപ്പം പറഞ്ഞ് ഈ വലിയ ക്യൂ കണ്ട, ഈ വലിയ ക്യൂവിൽ നിന്ന് കോവിലിൻ്റെ അകത്ത് കയറി കോവിലിൽ നിന്നാണ് ആ ടോക്കൺ കിട്ടണേന്ന്. ഈ അകത്ത് കയറണതേ വലിയ പാടായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ക്യൂ ഇവിടെ ഒന്നും തീരണില്ല, അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട്. ഇവിടെ ശിവൻ കോവിൽ ഇപ്പുണ്ട്, ഇവിടെ ദേവിയിലൊരു കോവിലുണ്ട്. ഇവിടെ തിരക്ക് കുറവായിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നത്, ആ ദേവിയുടെ കോവിൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഓക്കെ, ഇനി കുറച്ച് തിരക്ക് കുറഞ്ഞതിന് ശേഷം ശിവൻ കോവിൽ പോകാമെന്ന് വിചാരിക്കണ്. പറ്റിയില്ലെങ്കിൽ മാക്സിമം വെളിയിൽ നിന്ന് തൊഴുതായിരുന്നു. ഇനി അകത്ത് പോയി തൊഴാൻ നല്ല ക്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം. നമ്മളിപ്പം പരിപാടിക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്, അങ്ങോട്ട് ചുമ്മാ നടക്കാൻ പോവാം. വിശാഖപട്ടണത്തിലെ ബീച്ചിൽ നടക്കുന്ന പരിപാടി എന്താ, തെലുങ്ക് ഒന്നും മനസ്സിലാവില്ല. ఎందుకంటే ఇద్దరు ఫ్రెండ్స్ కదా బాబు, మేము యూత్ కుర్రాలో మాకు ఊపే సత్తా ఊపించే సత్తా వేసుకోండి. ഒന്നും മനസ്സിലാവില്ല, ഇത്രയും ബാക്കിൽ നിന്നൊരു കാണയാണ്. അതിൽ പാട്ടിട്ടെങ്കിൽ ഡാൻസ് ఎటువైపు చూసినా అప్పికొండ కుర్రోళ్ళు అయితే కనిపిస్తున్నారు. మా కుమారికి మా బిడ్డకి ఒకసారి మీ సౌండ్ ఏంటో చూపించండి. హలో హాయ్, నాకు తెలుసు. హ్యాపీ శివరాత్రి అందరికీ కూడా. బాబు അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ശിവരാത്രി വീഡിയോ. അപ്പോൾ വീഡിയോസ് അല്ല, ഇവിടെ നമ്മൾ പരിപാടി കാണാൻ വേണ്ടി നിന്നായിരുന്നു. ഇവിടെ എല്ലാം തെലുങ്ക് പ്രോഗ്രാം, തെലുങ്ക് പാട്ട്, നമുക്കൊന്നും എൻജോയ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ബസ് കിട്ടി, ഇവിടെ നേരെ ഗാജുവാക്ക പോണ്. ഗാജുവാക്ക നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ 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 ബൈ.